കൈവശം വെച്ചവർക്കെല്ലാം നാശം വിതച്ച 1,00,000 കോടിക്ക് മുകളിൽ വില വരുന്ന ഇന്ത്യയിൽ നിന്നും ഖനനം ചെയ്ത് നൂറ്റാണ്ടുകളുടെ ചോര ചിന്തിയ കഥ പറയുന്ന കൊഹിനൂർ ഡയമണ്ട് 1100-നും 1300-നും ഇടയിൽ ആന്ധ്രാപ്രദേശിലെ കൊല്ലൂർ ഖനിയിൽ നിന്നും അവിടുത്തെ തൊഴിലാളികൾക്കൊരു വിചിത്രമായ കല്ല് ലഭിക്കുകയാണ്. അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലതൊരു സാധാരണ കല്ലല്ല. ഇതൊരു സാധാരണ കല്ലെന്ന് മനസ്സിലാക്കിയ തൊഴിലാളികൾ ഈ കല്ല് അവരുടെ കാകതീയ വംശത്തിൻ്റെ രാജാവിനെ ഏൽപ്പിക്കുകയാണ്. രാജാവ് ഈ കല്ല് എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരുപാട് പേരുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ രാജാവിന് മനസ്സിലായി ഇതൊരു ശപിക്കപ്പെട്ട കല്ലാണ്. അതായത് ഈ കല്ല് കൈവശം വെക്കാൻ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആണുങ്ങൾ ഇത് കൈവശം വെച്ചാൽ അവർക്ക് വലിയ വിപത്തുകൾ സംഭവിക്കുന്നു. അത് മനസ്സിലാക്കിയ കാകതീയ രാജാവ് അത് തൻ്റെ കൈവശം വെക്കാതെ അവിടെയുള്ളൊരു ദൈവത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ കണ്ണിൽ വെച്ചതായാണ് ചരിത്രം പറയുന്നത്. ആയിരത്തി 322 കാകതീയ രാജവംശവും തുഗ്ലക് രാജവംശവും തമ്മിൽ വലിയൊരു യുദ്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി. അതിൽ കാകതീയ രാജവംശം പൂർണ്ണമായും നശിക്കപ്പെട്ടു. ഈ ഒരു വിചിത്രമായ കല്ലിനെ പറ്റി അറിഞ്ഞ തുഗ്ലക് രാജവംശം ആ കല്ല് കൈക്കലാക്കുകയും അവിടെ നിന്ന് ദില്ലിയിലേക്ക് യാത്ര ആരംഭിക്കുകയും ചെയ്തു. അവിടെയാണ് ഈ കല്ലിൻ്റെ യാത്ര തുടങ്ങുന്നത്. പിന്നീട് തുഗ്ലക് രാജവംശത്തിൻ്റെ കയ്യിൽ നിന്നും ഈ കല്ല് കൈമാറി പേർഷ്യൻ രാജവംശത്തിലെ രാജാവായ നാദിർഷയുടെ കരങ്ങളിൽ എത്തുകയാണ്. നാദിർഷ ഈ കല്ല് നോക്കുന്ന സമയത്ത് അതിന് അസാധാരണമായ ഒരു തിളക്കം. അങ്ങനെ അദ്ദേഹമാണ് ആ കല്ലിന് കൊഹിനൂർ എന്ന നാമം നൽകിയത്. അതായത് പേർഷ്യൻ ഭാഷയിൽ പ്രകാശത്തിൻ്റെ മല എന്നർത്ഥം വരുന്നത്. പേർഷ്യൻ ചക്രവർത്തിയുടെ കയ്യിൽ നിന്നും പിന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് അങ്ങനെ പല യുദ്ധങ്ങൾ കടന്ന് പല കരങ്ങളിലൂടെ ഈ കല്ല് യാത്ര തുടർന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് ഈ കല്ല് തിരിച്ചെത്തി. അതാവട്ടെ 5 വയസ്സ് മാത്രം പ്രായമുള്ള മഹാരാജ ദുലീപ് സിംഗിന്റെ കയ്യിൽ. ഇന്ത്യയിൽ ഈ കല്ല് അവസാനമായി കയ്യിൽ വെച്ച രാജാവ് അദ്ദേഹമാണ്. അങ്ങനെ 4 വർഷം കടന്നുപോയി. 1849 ദുലീപ് സിംഗ് മഹാരാജാവിൻ്റെ സാമ്രാജ്യവും ബ്രിട്ടീഷുകാരും തമ്മിൽ വലിയൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ ഒരു ഉടമ്പടി തയ്യാറാക്കി. ലാഹോർ ഉടമ്പടി എന്നാണ് അത് അറിയപ്പെട്ടത്. ആ ഉടമ്പടിയിൽ 9 വയസ്സ് മാത്രം പ്രായമുള്ള മഹാരാജ ദുലീപ് സിംഗ് ഒപ്പുവെക്കേണ്ടി വന്നു. അതിൽ 3-മതായി പറയുന്നത് കൊഹിനൂർ രത്നം ബ്രിട്ടീഷുകാർക്ക് കൈമാറണം എന്നതായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്നും കൊഹിനൂർ രത്നം ബ്രിട്ടീഷുകാരുടെ കരങ്ങളിലെത്തുകയും ലണ്ടനിലേക്ക് യാത്രയാവുകയും ചെയ്യുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഈ രത്നത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 37.2 ഗ്രാമാണ്. പിന്നീട് വിക്ടോറിയ രാജകുമാരിയുടെ ഭർത്താവ് തൻ്റെ ഭാര്യയോടുള്ള അതിയായ സ്നേഹം മൂലം ഈ രത്നത്തിൽ കുറച്ച് മിനുക്ക് പണികൾ നടത്തുകയാണ്. തുടർന്ന് രത്നത്തിൻ്റെ വലിപ്പം കുറഞ്ഞ് 21 ഗ്രാമിലേക്ക് ചുരുങ്ങുകയാണ്. അങ്ങനെയാണ് വിക്ടോറിയ രാജകുമാരിയുടെ തലപ്പാവിൽ കൊഹിനൂർ എന്ന ഈ രത്നം എത്തിപ്പെടുന്നത്. പക്ഷേ അവിടെ ബ്രിട്ടീഷുകാർ ഭയന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം എന്തെന്നാൽ ഈ കല്ല് കൈവശം വെച്ച എല്ലാ സാമ്രാജ്യങ്ങളും തകർച്ചയിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ആ കല്ലിനെ ശപിക്കപ്പെട്ട ആ കല്ലിനെ നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് രാജാക്കന്മാർ ആ കല്ല് കൈവശം വെക്കാറില്ല. വിക്ടോറിയ രാജകുമാരി തൻ്റെ വിൽപത്രത്തിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തു. അതായത് ഒരു കാരണവശാലും തൻ്റെ കുടുംബത്തിലെ പുരുഷന്മാർ ഈ കല്ല് കൈവശം വെക്കരുതെന്ന്. അങ്ങനെയാണ് കൊഹിനൂർ രത്നം എന്ന ഈ മഹത്തായ കല്ല് ലണ്ടനിൽ എത്തുന്നത്. വിലമതിക്കാനാകാത്ത ഈ രത്നം ഇപ്പോൾ ടവർ ഓഫ് ലണ്ടനിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ശാപത്തെപ്പറ്റി ചോദിച്ചാൽ സത്യമാണോ കള്ളമാണോ എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. എന്നാൽ കൈവശം വെച്ചവർക്ക് നാശം മാത്രം ഇത് വിധിച്ചിട്ടുള്ളൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇന്ന് തന്നെ ട്രാവലർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.